ദിസ് ഈസ് എ വെരി സ്മോൾ വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇന്നത്തെ വീഡിയോ ഇസ് മെയിൻലി അബൌട്ട് ലൈക്ക് ഐ എം ഗോയിങ് ടു ബാംഗ്ലൂർ ഫോർ മൈ കോളേജ് ആൻഡ് ഓൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോകുന്നു. എല്ലാം വീട്ടിൽ നിന്ന് പോകുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സോ തലേന്ന് തന്നെ ടിക്കറ്റ് എടുത്തു, പിറ്റേന്ന് പോവാണ്. അങ്ങനെ പോകുന്നൊരു വീഡിയോ ആണ്. സോ ഐ ഡിഡിൻ ഷൂട്ട് ദാറ്റ് മച്ച്. പക്ഷേ എടുത്തത് ഐ തോട്ട് ലൈക്ക് ഓക്കെ ഐ പോസ്റ്റ് എന്ന് വിചാരിച്ചു. പിന്നെ ആക്ച്വലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ അതുകൊണ്ടാണ് ഈ 2 days ഞാൻ ഇഫ് യു ആർ വാച്ചിങ് മൈ വീഡിയോ റെഗുലർലി യു നോ ദാറ്റ് ലൈക്ക് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുമായിരുന്നു. ഇടയ്ക്കൊരു 2 days ഇപ്പോൾ ബ്രേക്ക് വന്നു. ആൻഡ് എനിക്ക് മാക്സിമം ബ്രേക്ക് ഇല്ലാണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടി ഐ എം ട്രൈങ് മൈ സെൽഫ്. ഓക്കെ, സോ അതെന്താണെന്നുള്ളത് ഐ വിൽ അപ്ഡേറ്റ് യു വെരി സൂൺ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് ഇവിടെ പറയണ്ട. സോ ലെറ്റ്സ് ജസ്റ്റ് ബി ഇൻ ദിസ് വീഡിയോ. ലൈക്ക് എന്താണ് ഈ വീഡിയോയിലുള്ളതെന്ന് പറയാം. ഫസ്റ്റ് തന്നെ പാക്കിങ്. ഞാൻ ആദ്യം ഈ ഒരു ചെറിയ ഓൾറെഡി ഞാൻ ഒരു പെട്ടി സാധനങ്ങൾ അവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓറിയൻറ്റേഷന് പോയ സമയത്ത്. ആൻഡ് ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു പിങ്ക് പെട്ടി ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ 2 പെട്ടി ആക്ച്വലി കൊണ്ടുപോയി, എന്നിട്ട് ഒരു പെട്ടി സാധനങ്ങൾ അവിടെ വെച്ചിട്ട് വന്നു. ആൻഡ് ഈ ഒരു പെട്ടിയിൽ ഞാൻ കുറച്ച് ജീൻസും ഡ്രസ്സുകളും പിന്നെ എൻ്റെ കുറച്ച് എന്താ പറയുക ഹെയർ ടൂൾസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഒക്കെയാണ് എടുത്തത്. പിന്നെ ആ ഒരു പിങ്ക് കളർ ബാഗ് ഉണ്ടല്ലോ ആ സൈഡിലിരിക്കുന്നത്, അത് ആക്ച്വലി ഞാൻ ഇപ്പോൾ മേടിച്ചതാണ്. ഇതൊരു ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ബാഗാണ് കേട്ടോ. നല്ല ബാഗാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആ ബാഗിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ മാൻഡേറ്ററി ആയിട്ട് എടുത്തു വെക്കേണ്ട സാധനമാണ് ഡോക്യുമെൻറ്റ്സ്. അതായത് നമുക്ക് ഇപ്പോൾ ID കാർഡില്ല, സോ ഒരു ടെമ്പററി ID കാർഡ് ഉണ്ട്. സോ ആ ടെമ്പററി ID കാർഡ്, പിന്നെ എൻ്റെ ആധാർ, പിന്നെ എൻ്റെ 12th സർട്ടിഫിക്കറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം സ്കൂളിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ അതും അതിൻ്റെ കുറച്ച് കോപ്പീസും എല്ലാമാണ് എടുത്തത്. ആൻഡ് എല്ലാം ഒതുക്കി കഴിഞ്ഞ് പെട്ടിയൊക്കെ വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ എന്നാൽ പോയി ഒന്ന് എണ്ണയൊക്കെ തേച്ചിട്ട് അതൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ബിക്കോസ് അവിടുത്തെ ബാംഗ്ലൂരിൽ അങ്ങനെ വെള്ളം അത്ര നല്ലതല്ല ഞാൻ കേട്ടു. സോ ഐ തോട്ടിലേക്ക് ഇവിടെ നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് തലയിൽ എണ്ണ പുരട്ടുന്നുണ്ട്. എൻ്റെ ആക്ച്വലി ഓയിലി സ്കാൽപ്പാണ്, പക്ഷേ എന്നാലും ഞാൻ ചോദിക്കായിരുന്നു ഒരു വല്ലപ്പോഴൊക്കെ നമുക്കൊരു എണ്ണ തേച്ച് കുളിക്കുന്നത് ഒരു സുഖമല്ലേ. അപ്പോൾ ഞാൻ എണ്ണ വെച്ച് കുളിച്ചു. ആൻഡ് പിന്നെ ഹെയർ ഫോളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഹെയർ ഫോൾ ലൈക്ക് ഇപ്പോൾ ചിലർ പറയും ഡെയിലി കുളിച്ചാൽ നിറയെ മുടി പൊഴിയും. അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ ഇന്ന് കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ മുടിയും കൂടെ നാളെ കുളിക്കുമ്പോൾ പോകും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം ഇപ്പം കുഴപ്പമില്ല, ടച്ച് വുഡ് ഹെയർ ഫോള് വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ മുഖത്തും കൂടി ഒന്ന് ഓയിൽ തേച്ചു. കുറേ നാൾക്ക് ശേഷമാണ് തേക്കുന്നത്. പിന്നെന്താ ഒരുപാട് ഞാനായിട്ട് മസാജ് ചെയ്തില്ല, ബിക്കോസ് ഇപ്പോഴും നല്ല സ്പെല്ലിംഗ് കൊണ്ട് മുഖത്ത്. അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ എണ്ണ തേച്ചില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ വന്നിട്ട് ഈ ഒരു എന്താ പറയുക ലവ് ബ്യൂട്ടിയുടെ ഷാമ്പൂ ആണ്. നീം ഷാമ്പൂ ആണ്. സൾഫേറ്റ് ഫ്രീ ആണ്. അത്യാവശ്യം നല്ലപോലെ മുടിയിൽ ഓയിലും എല്ലാം കളയും. ഞാൻ അത് അങ്ങനെ 2 വട്ടം ഷാമ്പൂ ചെയ്യും. എന്നിട്ട് ഞാൻ യൂസ് ചെയ്ത കണ്ടീഷണർ വന്നിട്ട് ഡവിൻ്റെ ആണ്. പിന്നെ ഒരു ഈവനിങ് 7 o'clock 8 o'clock അടുപ്പിച്ചായിരുന്നു എൻ്റെ ബസ്. അപ്പോൾ ഞാൻ എന്താ പറയുക അമ്മയുടെ ചായ എന്തായാലും എനിക്ക് മിസ് ചെയ്യും. അപ്പോൾ അമ്മയുടെ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ചായയും സ്നാക്സ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചായയും കുടിച്ചു. അതിൻ്റെ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഐപാഡിന് കേസൊക്കെ ഇട്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ വാൾപേപ്പർ മാറ്റി ഇങ്ങനെയാക്കി, ഒരു ഡേസി വാൾപേപ്പറാക്കി. എനിക്കിതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അപ്പം ഇപ്പോൾ ഐപാഡ് മേടിച്ചിട്ട് എന്താ എൻ്റെ യൂസ്, അല്ലെങ്കിൽ അത് എന്നെ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ ക്ലാസ് ഇപ്പം അങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തിനെക്കാട്ടിലും മോറോവർ എനിക്ക് എഡിറ്റിങ്ങിനാണ് ഭയങ്കര ഈസി. ഐപാഡ് കിട്ടിയതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. ബിക്കോസ് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നടക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം എൻ്റെ ഫോണിലാണ്. അപ്പോൾ ആ ഫോൺ എനിക്കൊരു 5 minute റെസ്റ്റ് തരുമോ എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വന്നതുകൊണ്ടുകൂടി അത്യാവശ്യം എൻ്റെ വർക്ക്സൊക്കെ കുറച്ച് എന്താ പറയുക ഈസിയായി. പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയാണ്, അതായത് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ ആ ഫയലും എല്ലാം ഒന്നും കൂടി റീചെക്ക് ചെയ്തു. ബിക്കോസ് എന്തെങ്കിലും ഇനി അവിടെ പോയിട്ട് നമുക്ക് ചില്ലറ ദൂരമില്ലല്ലോ, സോ ഒന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നൊന്ന് ഇങ്ങനെ റീചെക്ക് ചെയ്യുമായിരുന്നു. ID കാർഡും എന്താ പറയുക ഡോക്യുമെൻറ്റ്സും എല്ലാം എടുത്തു വെച്ചോന്ന് ഞാൻ വീണ്ടും ആ പെട്ടിയൊക്കെ എടുത്തു വെച്ചതിന് ശേഷം പെട്ടിയിൽ ഇപ്പം എൻ്റെ പിങ്ക് പെട്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് കവർ ഇടാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുൾ ചെളിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പെട്ടിക്കും ഒക്കെ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 7 മണി അടുപ്പിച്ചായപ്പോൾ നമ്മൾ ഇറങ്ങി. എനിക്ക് തോന്നുന്നു 8 മണിക്കായിരുന്നു ബസ്. 7 മണി അടുപ്പിച്ചായപ്പോൾ നമ്മൾ ഇറങ്ങി. 7 മണി ഒരു 6 മണി ആ സമയം 6:30 ആ സമയം അടുപ്പിച്ച് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് അമ്മാമ്മയുടെ വീട്ടിലാണ്. കാരണം അമ്മാമ്മയുടെ വീട്ടിൽ മെയിനായിട്ട് പോയതിൻ്റെ റീസൺ ഇസ് ലൈക്ക് ഉഴിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് അമ്മാമ്മയ്ക്കല്ല ഒരു മാൻഡേറ്ററി തിങ് ആണല്ലോ. നമ്മളിങ്ങനെ ഈവിലയിൽ വിശ്വാസമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ പോണ വഴിയിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നേരെ അമ്മമ്മയുടെ വീട്ടിൽ പോയി നമ്മൾ ഉഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് പോയി. സോ ദിസ് ഈസ് ഹൗ ഉഴിഞ്ഞിടൽ ലുക്സ് ലൈക്ക്.
അതിനുശേഷം അമ്മാമ്മയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ വിശപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. അമ്മ ഒന്നും കഴിച്ചില്ല. നമ്മൾ ജസ്റ്റ് ജ്യൂസും കുടിച്ചിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ കൂടി ഒന്ന് പോയിട്ട് ഐ നെവർ നോ ദാറ്റ് ഈ ബസ്സിൽ വാഷ്റൂം ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ ഈ ബസ്സിനെ പറ്റി ഭയങ്കര കേട്ടിട്ടുണ്ട്. സിൻബസ് എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. അപ്പം ഇത് ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ആൻഡ് ഹൈദരാബാദും ഉണ്ടെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് ഷുവർ. ഇഫ് ഐ എം നോട്ട് റോങ്, അത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ബസ്സിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. നല്ല ബസ്സായിരുന്നു. മെയിൻ തിങ് അതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്. ലൈക്ക് ടോയ്ലറ്റ് ഈവൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിലും ഒരു വട്ടം യൂസ് ചെയ്തുകൊണ്ടെങ്കിലും ദ തിങ് ഇസ് ലൈക്ക് അത് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു ഒരു മനസ്സംതൃപ്തി കിട്ടത്തില്ലേ, റിലീഫ് ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്തൊന്നും ഇറങ്ങാറില്ല. അതുകൊണ്ട് എനിക്കത് ഭയങ്കര റിലീഫായിരുന്നു. ഞാൻ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ തന്നു. ആൻഡ് സ്നാക്സും അതിൻ്റെ കൂടെ ഈ പല്ല് തേക്കാൻ വേണ്ടി ബ്രഷും പേസ്റ്റും അതേപോലെ വെറ്റ് വൈപ്സും ജ്യൂസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തന്നു. ഞാൻ അതൊന്നും യൂസ് ചെയ്തില്ല. അത് അതേപോലെ ഞാൻ കവറിലാക്കിയിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ട്, ബിക്കോസ് എനിക്ക് വിശപ്പേ ഇല്ലായിരുന്നു. ലിറ്ററലി എനിക്ക് എന്തോ വിശക്കുന്നില്ല. ഒന്നാമതേ ഐ വാസ് ലൈക്ക് ഒരു സാഡ് ആൻഡ് ഓൾ. അതെന്താണെന്ന് അങ്ങോട്ട് ഫ്യൂച്ചർ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഐ വാസ് വെരി സാഡ് ആൻഡ് ഓൾ. അപ്പോൾ ഞാൻ പോയിട്ട് എന്താ പറയുക, സിനിമയൊക്കെ കണ്ടു. സിനിമ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അവർ വന്നിട്ട് ഞാൻ ഉറങ്ങി ഓൾമോസ്റ്റ്. ഫുഡ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്നു. ഐ വാസ് ലൈക്ക് എനിക്ക് വിശപ്പില്ല, ഫുഡ് എനിക്ക് വേണ്ടി. അവരവിടെ ജസ്റ്റ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആരുമില്ല. അവരെ ഫുഡ് വെച്ചിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ ഞാൻ ഫുഡ് പോയി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കേസരിയും എന്തോ സാമ്പാറും ചോറും മിക്സ് ചെയ്തൊരു സാധനം, പിന്നെ ചപ്പാത്തി, സാലഡ്, പിന്നെ പയർ, പിന്നെ ഈ ഒരു എന്താ പറയുക ഈ സാധനം എന്തെന്ന് പറയുമല്ലോ, ഈ എണ്ണയിലിട്ട് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കത്തില്ലേ, അതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതും ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാക്സിമം കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം ഫുഡ് പോയ്സൺ എന്ന് പറയുന്ന സാധനം എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നൊരു സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്നാമത് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ഫുഡ്. എനിക്ക് യൂഷ്വലി എപ്പോഴും തമിഴ്നാട്ടിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക് എന്തെങ്കിലും ഇനി പറ്റിയല്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഒന്നാമത് ട്രാവൽ ചെയ്യുന്നതും. അപ്പം അതുകൊണ്ട് ഞാൻ പറ്റുന്ന അത്രയും കഴിച്ചു. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് ഫുഡ്. അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ബാലൻസ് അതേപോലെ തന്നെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു. ബിക്കോസ് വേറെ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ ഞാൻ ആലോചിക്കുന്നതല്ല, ഞാൻ അത്രയൊന്നും ഈ ടിക്കറ്റിൽ നിന്ന് പേ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും പ്രൈസിന് ഇവർക്ക് ഇതെങ്ങനെ മുതലാവും? പിന്നെ ആ ബസ്സിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ 2 ആൾക്കാർ കിടക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ബുക്ക് ചെയ്തത്. അവിടെ ഞാൻ വിശാലമായി കിടക്കാതെ, ബിക്കോസ് വേറെ ആരും ഇല്ല. പിന്നെ മോർണിംഗ് ഒക്കെ ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. ഒരു 10 മണി ആ ടൈമൊക്കെ ആയപ്പോൾ എന്താ പറയുക, ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റത്തെ, അതായത് മോർണിംഗത്തെ ക്ലാസ്സിന് ഞാൻ കോളേജിൽ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് ഫസ്റ്റ് PGയിൽ പോയിട്ട് ഊബറൊക്കെ പിടിച്ച് ഞാൻ മെജസ്റ്റിക്കിലാണ് ഇറങ്ങി. മെജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് ഊബർ പിടിച്ചിട്ട് നേരെ PG പോയി. എന്നിട്ട് ഞാൻ ഈ ഒരു മാർഗരേറ്റ പിസ്സയും ഒരു ലൈം ജ്യൂസ് തന്നെ കുടിച്ചു. ലൈം ജ്യൂസാണെന്ന് തോന്നുന്നു. ലൈം ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ ക്ലാസ്സിന് പോയി. വന്നപ്പോഴത്തേക്ക് നല്ല മഴ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.